നമ്മുടെ വീഡിയോഗ്രാഫർ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ 96, 2006, 16, 26 ഒരു 31 വർഷത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ദുബായിൽ വെച്ച് എൻ്റെ ആദ്യത്തെ പരിപാടി വീഡിയോ ചെയ്ത ആളാണ്. അന്നും അയാൾക്ക് അതാണ് പണി, ഇന്നും അതാണ് പണി. എനിക്കും അതാണ് പണി, ഇന്നും അന്നും. അലീക്ക അലീക്ക നിങ്ങളെ കണ്ടതിൽ സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ നമ്മുടെ സുഹൃത്ത്, ഞാൻ അനാർക്കലി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു അവളൊരുത്തി ആ പാട്ടൊക്കെ എടുക്കാൻ പോയപ്പോൾ, അഭിനയിക്കാൻ പോയപ്പോൾ പരിചയപ്പെട്ടാണ്. ഇദ്ദേഹമാണ് മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പേരിലുള്ള അവാർഡ് ജയേട്ടന് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് കോഴിക്കോട് വെച്ച് 2019 ആ ഫോട്ടോ ഒക്കെ കാണിച്ചത്. സന്തോഷം. നിങ്ങളുടെ പേരെന്താ? ആഷിർ അലി. അവിടെയാ ടൂറ് പോണതല്ല, അല്ലാണ്ട് ജസരിയല്ല. ടൂറ് അടുത്ത പ്രാവശ്യം എന്നെയും കൂടെ കൊണ്ടുപോകണേ. ഇപ്പോഴും അവിടെ അനാർക്കലിയുടെ പോസ്റ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഞാനിങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ചേറ്റുവ ഷാജഹാൻ, നമ്മുടെ ബെസ്റ്റ് ക്യാരക്ടർ. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കൊഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ അതിൽ വിതറും കിനാവിൻ പരിഭവങ്ങൾ. ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറെ നിന്നു ഞാൻ, ഇന്നും അവൻ കാണാൻ വന്നില്ല. അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരവിശ്വാസമായ ഗാനം ഒരു നക്ഷത്രമനമെന്നു ലേവിതുകൊണ്ടിരുന്നു. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ മുടിവാർന്നു കോരിയതെല്ലാം നിറമിഴഞ്ചനം മാഞ്ഞു, കൈവളകൾ പോലും മിണ്ടിയില്ല. കുയിൽ വന്നു പാടിയതെന്തേ പ്രിയ സഖികളോടിയതെന്താണോ ഭൂമിവികളെന്റെ തോന്നീല അനുരാഗം പ്രിയരാഗം പെരുതീരാതെ പോകും
കൊഞ്ചും കളിത്തിന്നലെ നെഞ്ചിൻ കിളിക്കൊഞ്ചലി മെല്ലെയൊന്നു ചെന്നു പറയാമോ കാതിൽ വിടരും കിനാവിൻ പരിമളങ്ങളേ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരൂ. ഒരു പാട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ശിശിരകാലം. അത് പാടിക്കോട്ടെ. ശിശിരകാലം കീരവാണി സാർ. അല്ല, പാട്ടിനെ പറ്റി പറയും, ഭരതേട്ടനെ കുറിച്ച് പറയണം. മലയാളത്തിൻ്റെ സമ്പൂർണ്ണ കലാകാരനായ നമ്മുടെ പ്രിയങ്കരനായ ഭരതേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് ഓസ്കാർ അവാർഡ് വിന്നറായിട്ടുള്ള കീരവാണിയുടെ ഈണം ജയേട്ടനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ശരിക്കും പറഞ്ഞ ഒരു വലിയ കാലത്തിന് ശേഷം തിരിച്ചുവരവ് ഈ പാട്ടിലൂടെയാണ്. 96 ഇത് കഴിഞ്ഞിട്ടാണ് നിറത്തിലെ പാട്ടൊക്കെ വരുന്നത്.